ഹായ് ഹലോ മുത്തുമണീസേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ മണാലിയിലേക്ക് പോകുന്ന ജേണിയിലെ രണ്ടാമത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ മണാലി ട്രിപ്പിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ഒരു കാര്യം പറയട്ടെ. പാക്കേജൊക്കെ എടുത്താണ് പോയെങ്കിലും നമ്മുടെ സ്വന്തം എക്സ്പെൻസിലും സ്വന്തം എഫേർട്ടിലും സ്വന്തം റിസ്കിലുമാണ് കേട്ടോ സ്ഥലങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തത്. കാരണം പാക്കേജിൽ ഉൾപ്പെടുന്നത് നമുക്ക് ആകെ കൂടി ട്രാവലിങ്ങിനുള്ള, അതായത് ഈ നമ്മുടെ കാശ്മീർ ഗേറ്റ് വരുമ്പോഴത്തേക്കും ആകെ കൂടി ബസ്സിൻ്റെ ട്രാവൽ എക്സ്പെൻസും, പിന്നെ അതായത് നമ്മുടെ മണാലിക്ക് പോകാൻ വേണ്ടി 12 മണിക്കൂറാണ് യാത്ര വരുന്നത് ബസ്സിൽ. അപ്പോൾ ആ ഒരു എക്സ്പെൻസും, പിന്നെ വന്നിട്ട് അവിടെ പോയിട്ട് ഉള്ള കാറിൻ്റെ എക്സ്പെൻസും, നമ്മുടെ കാറിൽ കൊണ്ടുവന്ന് കാണിക്കുന്ന എക്സ്പെൻസും, പിന്നെ അവിടുത്തെ ഹോട്ടലിൽ ട്രാവൽ ചെയ്ത് ഹോട്ടലിൽ എത്തുന്ന സമയത്ത് ഹോട്ടലിലെ ഫുഡും, അതും ലഞ്ച് നമുക്ക് കിട്ടത്തില്ല. ഓൺലി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും നൈറ്റിലത്തെ ഡിന്നറും മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ എക്സ്ട്രാ ഒരു കോഫി കുടിക്കണമെങ്കിൽ പോലും നല്ല റേറ്റ് ആവും. ഒരു കോഫിക്ക് വന്നിട്ട് അവിടെ വരുന്ന റേറ്റ് വന്നിട്ട് 70 രൂപ 90 രൂപയാണ് കേട്ടോ. ഓരോരുത്തും ഓരോ റേറ്റ് ആണെങ്കിലും 70 രൂപ കുറഞ്ഞ് ഞാൻ ഒരിടത്തും കോഫി കണ്ടില്ല കേട്ടോ. നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്ത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചായയോ കോഫിയോ അല്ലെങ്കിൽ കട്ടനോ എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ്. ഒന്നാമത് ലോങ് ട്രാവലിംഗ് കൂടെയാണ്. അപ്പം നമുക്കതൊരു വളരെ വിഷമത്തിലായിരുന്നു ആ ഒരു കാര്യത്തിൽ മാത്രം. കാരണം നല്ല എക്സ്പെൻസ് ആണ് കേട്ടോ. ഇവിടെ കാണുന്ന മിക്ക സാധനങ്ങൾക്കും നമ്മൾ MRP കാണുന്നതിനേക്കാളും കൂടുതൽ എക്സ്ട്രാ പൈസ കൊടുക്കണം. മീൻസ് 50 രൂപയുടെ ലേസ് ആണെങ്കിൽ അവർ 70 രൂപ 80 രൂപ ചോദിക്കും കേട്ടോ. കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അവർ തരത്തില്ല സാധനം. അങ്ങനെയൊക്കെയാണ്. ഓൾറെഡി കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബസ് വന്നിട്ട് 7 മണിക്കാണ് കിട്ടേണ്ടതെന്ന്. പക്ഷേ നമുക്ക് ആ സമയത്ത് എത്താൻ പറ്റാത്തതുകൊണ്ടും ട്രെയിന് ലേറ്റായി. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മെട്രോയിൽ മൊത്തത്തിൽ കുഴഞ്ഞു. അതൊക്കെ കൊണ്ട് നമുക്കത് മിസ്സായി. പിന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്ന ബസ്സാണ് കേട്ടോ ഇത്. പക്ഷേ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബസ്സായിരുന്നു, നല്ല ട്രാവലിംഗ് ആയിരുന്നു. നമ്മൾ ബസ് സ്റ്റോപ്പിൽ 50ാമത്തെ നമ്പറാണ് ഫസ്റ്റ് പറഞ്ഞത്. പക്ഷേ 50 എന്നുള്ള നമ്പറിൽ പിന്നെ നമ്മൾ 40ലോട്ടാക്കി. നമ്മൾ ഏതാണ്ട് ഒരു 9 കഴിഞ്ഞപ്പോഴാട്ടോ ബസ് വന്നത്. നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിപ്പോയി. കാരണം ബസ്സിൽ അവിടെ ഒന്നാമത് നമുക്ക് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല. കോർഡിനേറ്ററെ വിളിക്കുമ്പോൾ പറയും അവർ സെറ്റാക്കി തരുമെന്ന്, അവരോട് ചോദിക്കുമ്പോൾ പറയും കോർഡിനേറ്ററിനെ വിളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഭയങ്കരമായിട്ട് ബേജാറായിപ്പോയി കേട്ടോ. ബസ്സിൽ കയറി വന്നിട്ട് നമ്മളൊന്നും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഫുഡൊന്നും കഴിക്കാനുള്ള മൈൻഡ് സെറ്റ് അല്ലായിരുന്നു. നമ്മളൊന്ന് സേഫ് ആവുന്ന വരെ നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു പഞ്ചാബ് ധാബയിൽ വണ്ടി നിർത്തി കേട്ടോ. അവിടെ വന്നിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇറങ്ങി. പക്ഷെ നമുക്ക് ഫുഡ് അങ്ങോട്ട് കഴിക്കാനുള്ള ഒരു മൂഡ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഒരു കോഫി മാത്രം കുടിച്ചു. പക്ഷെ കോഫിയുടെ റേറ്റ് വന്നിട്ട് 80 രൂപയായിരുന്നു കേട്ടോ. കത്തി റേറ്റ് എന്ന് പറഞ്ഞാൽ കത്തി റേറ്റ്. നമ്മൾ ഒരു വഴിക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ട്രാവലും കാര്യങ്ങളെല്ലാം എക്സ്പെക്ട് ചെയ്ത് തന്നെ ഇറങ്ങണം കേട്ടോ. നിങ്ങളായാലും എനിക്കൊരു ട്രിപ്പ്, അങ്ങനത്തെ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നമ്മൾ പുറത്തുനിന്നുള്ള ഒരു ചാനലിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഗൂഗിളിൽ നിന്നോ പറയുന്ന കാര്യത്തിന് ഉപരി നമ്മൾ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ പുതിയ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കേട്ടോ. ഞാൻ ഈ ഒരു ട്രിപ്പ് നമ്മുടെ 10th വെഡിങ് ആനിവേഴ്സറിയെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ട്രിപ്പ് വന്നത്. അപ്പോൾ ഈ ട്രിപ്പിൽ ഞാനൊരു 4-5 വർഷമായിട്ട് ഈ മണാലിയുടെ ട്രിപ്പിനെ പറ്റി ഒരുപാട് വ്ളോഗുകൾ കണ്ടും ഒരുപാട് നമ്മുടെ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഏജൻസികളെ തപ്പിയും ഒക്കെയാണ് ഞാനിത് എടുത്തത്. പക്ഷെ എന്നാലും നമ്മൾ നേരിട്ട് വരുമ്പോൾ അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ടഫും നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തും ഒരുപാട് കഷ്ടപ്പെട്ടും വരുന്ന ഒരു ട്രിപ്പാണ്. നമ്മൾ ഏതാണ്ട് ഈ പോകുന്ന വഴിക്ക് ഞാൻ ഓരോ ടൈമും നിങ്ങളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ എപ്പോഴൊക്കെയാണ് ഞാൻ എവിടെയൊക്കെയാണ് എത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഞാൻ മെയിനായിട്ട് ഈ സമയം കൂടെ കാണിക്കുന്നത്. പിന്നെ ഞാൻ വന്നിട്ട് ഒരു ചെറിയ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അവരെവിടെയൊക്കെയാ കൊണ്ടുപോകാന്ന് പറയുന്നത്, എത്ര ടൈമാ നമുക്ക് കിട്ടുന്നത്, എത്ര നൈറ്റാ എത്ര ഡേയാ, മൊത്തത്തിലുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിച്ചു മാത്രം നിങ്ങൾ പാക്കേജ് എടുക്കുക. നമ്മൾ കറക്റ്റ് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് പാക്കേജ് എടുത്തത്. അവർ ഫസ്റ്റ് നമ്മളോട് പറഞ്ഞു വെച്ചാൽ നമുക്ക് നമ്മുടെ കൂടെ ഫുൾ ടൈം ഒരു കോർഡിനേറ്റർ ഉണ്ടാവും, ഒരു മലയാളി കോർഡിനേറ്റർ ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് പറ്റിയ അബദ്ധം ആ ഒരു അബദ്ധം മാത്രമാണ്. കാരണം നമ്മുടെ ഒപ്പം കോർഡിനേറ്റർ ഉണ്ടായിരുന്നില്ല, ട്രാവലിങ്ങിന് കോർഡിനേറ്റർ ഉണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത്തെ വർഷം വന്നിട്ട് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നത് തമിഴായിട്ടുള്ള ഒരാളായിരുന്നു. പിന്നെ എനിക്കും ഹസ്ബൻഡിനും അത്യാവശ്യം തമിഴ് അറിയാമെന്നുള്ളത് കൊണ്ട് പിടിച്ചു നിന്നതാണ്, അല്ലെങ്കിൽ അതിലും പെട്ടുപോയനെ. പിന്നെ നമുക്ക് ട്രാവലിങ്ങിന് കൊണ്ടുപോകുന്ന ടാക്സി ഡ്രൈവർ പോലും ഹിന്ദിക്കാരാണ്. നമുക്ക് ഹിന്ദി ലാംഗ്വേജ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ വളരെ പാടാണ് കേട്ടോ. കാരണം കുറച്ചെങ്കിലും ഇംഗ്ലീഷും എല്ലാം മിക്സ് ചെയ്ത് സംസാരിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അവർക്ക് ഇംഗ്ലീഷ് അറിയുന്നത് കുറവാണ്. ഇവിടെയുള്ള ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയുന്നത് കുറവാണ്. എന്നാലും
മിക്ക ആൾക്കാരും സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഇംഗ്ലീഷ് നമ്മൾ ഓക്കെ ആയിരിക്കത്തില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് ചില വാക്കുകൾ വെച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കേണ്ടി വരുന്നത്. അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരും കേട്ടോ. അങ്ങനെ നമ്മളവിടെ മോർണിംഗ് തന്നെ 7, 7:30 ആ സമയത്ത് നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നേരെ നമ്മുടെ ഡ്രൈവർ വന്നിട്ട് പിക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഇവൻ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈവർ വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഒരു ഒരു കൗതുകമായിട്ട് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ നാട്ടിൽ ബിവറേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി ക്യൂ നിന്ന് അങ്ങനെ വാങ്ങിക്കുന്നതാണ്. ഇവിടെ അവിടെ ഓരോ ഓരോ സ്ഥലങ്ങളിലായിട്ടും ബിവറേജസ് നമുക്ക് അവൈലബിൾ ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ്. അപ്പം പിന്നെ അതുപോലെ തന്നെ നമ്മൾ വന്നിട്ട് തങ്ങിയ ഹോട്ടലിന്റെ പേര് വന്നിട്ട് ഹോട്ടൽ ആകാശ് റെജൻസി എന്നായിരുന്നു. പക്ഷെ നല്ല നല്ല നീറ്റായിട്ടുള്ള നല്ല സർവീസുള്ള നല്ല പെരുമാറ്റമുള്ള നല്ലൊരു ഹോട്ടലായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. കാരണം ഹിന്ദിക്കാരാണെങ്കിലും നമ്മളെ അടുത്ത് നല്ല നല്ല രീതിയിലാട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത നമുക്ക് എന്തെങ്കിലും വേണമെങ്കിലോ അല്ലെങ്കിൽ ഒരു വെള്ളം വേണമെങ്കിലോ കൂടെ നമുക്ക് വലിയ ടൈം എടുക്കുന്നില്ല. നമ്മളവിടെ എത്തി മൊത്തത്തിലുള്ള ഒരു വ്യൂ ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു. വ്യൂ ആയാലും പക്ക അടിപൊളിയായിരുന്നു കേട്ടോ. ഇതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ നമ്മളവിടെ വന്നിട്ട് കുറച്ച് നേരം കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം നമ്മൾ തലേ ദിവസം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് പിറ്റേ ദിവസം എത്തിയതും ലേറ്റായി. അപ്പം രാവിലെ നമ്മൾ അവിടെ കയറി ചെക്ക് ഇൻ ചെയ്യുന്ന സമയം രാവിലെ ആയിരുന്നുവെങ്കിൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ ആഡായി കിട്ടിയേനെ. പക്ഷെ നമ്മൾ പിന്നെ എക്സ്ട്രാ എക്സ്പെൻസ് കൊടുത്ത് പെർ ഹെഡിന് 200 രൂപ കൊടുത്തിട്ടാണ് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കിട്ടിയത് കേട്ടോ. അല്ല നമ്മൾ രാവിലെ കഴിഞ്ഞ ദിവസം താമസിക്കാതെ ഇരുന്നുണ്ടെങ്കിൽ നമ്മൾ ചെന്ന സമയത്ത് തന്നെ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നു. നമ്മളവിടെ ചെക്ക് ഇൻ ചെയ്തത് തന്നെ 8:50 ആയി. അപ്പോൾ 8:50 മണിയോളം ആയായിരുന്നു അവിടെ കയറിയപ്പോൾ തന്നെ. പിന്നെ നമ്മൾക്ക് വന്നിട്ട് നല്ല റൂമായിരുന്നു കേട്ടോ. നല്ല റൂം കയറുമ്പോൾ തന്നെ നമുക്കൊരു വൈബ് അല്ലെങ്കിൽ ഒരു ആംബിയൻസ് കിട്ടുന്ന ഒരു പ്ലേസ് ആയിരുന്നു. അതുപോലെ തന്നെ അമ്മാതിരി തണുപ്പ് കേട്ടോ. ഞാനിങ്ങനെ നമ്മൾ കൂളായിട്ട് ഇങ്ങനെ നിൽക്കുന്ന നോക്കണ്ട, നമ്മൾ അത്രയും സഹിച്ചാട്ടോ നിന്നത്. നല്ല അത്യാവശ്യം നല്ല തണുപ്പ്. ജസ്റ്റ് ഒരു മൂന്നാർ പോലെയോ അല്ലെങ്കിൽ ഒരു പൊന്മുടി പോകുമ്പോലെയോ ഒന്നും അല്ല. ഭയങ്കര ടഫായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത തണുപ്പായിരുന്നു. നമ്മുടെ കയ്യിൽ സ്വെറ്ററോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് കടിച്ചു പിടിച്ച് നിന്ന്. കാരണം നെക്സ്റ്റ് എന്തായാലും ഇവിടെ നിന്ന് നമ്മൾ സ്ഥലങ്ങൾ കാണാൻ പോകുമ്പോഴത്തേക്കും വാങ്ങിക്കാന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ്. പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന 1-2 ഡ്രസ്സുകൾ കുറച്ച് നല്ല കട്ടിയുള്ള ഡ്രസ്സായിരുന്നു നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയത്. അതുകൊണ്ട് കുറച്ച് അതിലൊന്നും നമ്മൾ സമാധാനിച്ച് നിന്ന് കേട്ടോ. നമ്മളെ കയ്യിൽ സ്വെറ്റർ ഇല്ലെങ്കിൽ കൂടി നമ്മൾ അതിലാണ് കുറച്ച് പിടിച്ച് നിന്നത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മുടെ റൂം വന്നിട്ട് 307 ആയിരുന്നു കേട്ടോ. അവിടെ നിന്നിട്ട് നമ്മുടെ റൂമിൻ്റെ നമ്പർ വന്നിട്ട് 307 ആയിരുന്നു. നമ്മൾ മറക്കത്തില്ല. കാരണം നമ്മുടെ ഒരുപാട് നാളത്തെ ഒരുപാട് വർഷത്തെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ ട്രാവൽ ചെയ്ത് വരുന്നത്. അതും നോർത്ത് ഇന്ത്യയിലേക്ക്. നമ്മൾ കേരളം വിട്ടിട്ട് പുറത്ത് പോകാത്ത ആൾക്കാരാണ്. പോയിട്ടുണ്ട്, തമിഴ്നാടൊക്കെ പോയിട്ടുണ്ട്. എങ്കിലും കേരളം എന്ന് പറയുന്ന ഒരു സ്ഥലം വിട്ടിട്ട് അധികം പുറത്തോട്ട് ട്രാവൽ ചെയ്യാത്ത ആൾക്കാരാണ് നമ്മൾ. അതുപോലെ തന്നെ നല്ല നല്ല അടിപൊളി ടോയ്ലറ്റ് ആയാലും റൂമായാലും എല്ലാം നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിക്കാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം ഒരു എക്സ്പെക്റ്റും ഇല്ലാണ്ട് നമ്മൾ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷം വരത്തില്ലേ. അപ്പം അങ്ങനെ ഒരു ഇതായിരുന്നു. പിന്നെ ചേട്ടനാണെങ്കിൽ ഈ ക്യാമറയുടെ ചെക്കിങ് ആപ്ലിക്കേഷൻ എടുത്തിട്ട് ക്യാമറ ഉണ്ടെന്നൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം സേഫ്റ്റിയാണ്, നമുക്ക് സേഫ്റ്റി മുഖ്യം ബിഗിലേ എന്ന് പറയും പോലെ സേഫ്റ്റി മുഖ്യമാണല്ലോ. അതുകൊണ്ട് ചേട്ടൻ എല്ലായിടത്തും ക്യാമറയുടെ ആപ്ലിക്കേഷൻ എടുത്ത് വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ റൂം വന്നിട്ട് നമ്മൾ നല്ല റൂമായിരുന്നു കേട്ടോ. റൂമിൻ്റെ വിൻഡോ തുറക്കുമ്പോഴത്തേക്ക് തന്നെ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ കാണാൻ. പിന്നെ നമ്മുടെ സീസൺ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. എന്നാലും ഒരുപാടല്ല, എങ്കിലും മഞ്ഞുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ പോകുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വഴിയേ ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇപ്പം ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ മഞ്ഞ് വരേണ്ടതാണ്. പക്ഷെ അതൊക്കെ ആ ഒരു സീസൺ കഴിഞ്ഞതുകൊണ്ടാട്ടോ ഇല്ലാത്തത്. പിന്നെ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പെർ ഹെഡ് 200 രൂപ വെച്ചിട്ടാണ് കൊടുത്തത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെയായിരുന്നു വരുന്ന എക്സ്പെൻസ്. പിന്നെ നമ്മൾ ചിന്തിച്ചു കുഴപ്പമില്ല, നമ്മൾ ലേറ്റ് ആയത് കൊണ്ടാണല്ലോ എന്ന് വെച്ചിട്ട് അവർ ഈ നമ്മൾക്ക് തരുന്ന, അതായത് നമ്മൾ കൊടുക്കുന്ന പാക്കേജിൽ ഇതെല്ലാം ഉണ്ട്. പക്ഷേ അവിടെ ചെന്ന് നമ്മൾ ചെക്ക് ഇൻ ആയില്ല എന്നുള്ള കാരണം കൊണ്ടാണ് കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാത്തത്. ആകെപ്പാടെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് മാത്രമേ കിട്ടുന്നുള്ളൂ. അത് നമ്മൾ ചെക്ക് ഇൻ ചെയ്തത് ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കട്ടായി. പിന്നെ നമ്മൾ രാവിലെ വന്നിട്ട് എക്സ്ട്രാ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കേട്ടോ. ഫുള്ള് നോർത്ത് ഇന്ത്യൻ ഫുഡാണ് നമുക്ക് കഴിക്കാനായിട്ട്. നോൺ വെജസ് ആയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം വെജ് ഐറ്റംസ് ആണ്. മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്. പിന്നെ ആലു പൊറോട്ടയൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. ബട്ട് ഈ
പോഹ എന്ന് പറയുന്ന സാധനം എൻ്റെ ലൈഫിൽ ഫസ്റ്റ് നമ്മുടെ ഈ ചോറ് പോലെ ഇരിക്കുന്ന ഈ മഞ്ഞ കളറിൽ കാണുന്ന സാധനം ഉണ്ടല്ലോ, ഇത് സംതിങ് എന്തോ ഒരു പരിപ്പിന്റെ ഇത് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇത് വന്നിട്ട് ഇതിന്റെ പേര് വന്നിട്ട് പോഹ എന്നാണ്. ഈ ഇവിടെ എല്ലാ ഫുഡിന്റെ കൂടെയും ഈ സാധനം കാണും കേട്ടോ, കൂടുതലും. അത് എല്ലാവർക്കും ആ ടേസ്റ്റ് അങ്ങോട്ട് പിടിക്കത്തില്ല. ഞാൻ പക്ഷെ അത് കംപ്ലീറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ രാവിലെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പോഹ, ആലു പൊറോട്ട, തൈര് ഉണ്ടായിരുന്നു. തൈരൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോഫി ഓർ ടീ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ കോഫി ആയിരുന്നു കൂടുതലും, ചായയേക്കാളും കോഫി ആയിരുന്നു നല്ല ടേസ്റ്റ് അവിടുത്തെ. അങ്ങനെ നമ്മൾ ഇതെല്ലാം കൂടി എടുത്തിട്ട് ഒരു ടേബിളിൽ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നമ്മൾ ഈ കയറിയ ഹോട്ടലിൽ അത്യാവശ്യം എല്ലാവരും ഹണിമൂൺ ആഘോഷിക്കാൻ വരുന്നവരും ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ വരുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആൾക്കാർ ഒരുപാട് വന്ന് പോകുന്നുണ്ടായിരുന്നു നമ്മൾ ഉള്ള ഹോട്ടലിൽ. പോഹ എന്ന് പറയുന്ന ആ ഒരു ഡിഷ് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം കഴിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് ഫസ്റ്റ് ടൈം കിട്ടുന്ന ടേസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം ഞാനത് ഫുള്ള് കഴിച്ചു കേട്ടോ. കാരണം എനിക്ക് അങ്ങനെ പോരായ്മ പറയുക ഒന്നുമില്ലായിരുന്നു. അതെന്തോ സംതിങ് സ്പെഷ്യൽ ആയിരുന്നു അതിൻ്റെ ടേസ്റ്റ്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. നമ്മൾ സാമ്പാർ പരിപ്പ് വേവിച്ചിട്ട് അതൊന്ന് കപ്പലണ്ടിയും ഒക്കെ ഇട്ട് വെച്ചിട്ട് ഒന്ന് വറുത്ത് നല്ല വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് എങ്ങനെ ഇരിക്കും അതുപോലത്തെ ഒരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളോട് ഫോൺ വിളിച്ചിട്ട് നമ്മുടെ ഡ്രൈവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളൊരു 11 മണിയൊക്കെ ആകുമ്പോൾ റെഡി ആയിട്ട് നിൽക്ക്, മാക്സിമം നേരത്തെ ഇറങ്ങാൻ പറ്റുമെങ്കിൽ 10 മണിക്കെങ്കിൽ അങ്ങനെയാന്ന് പറഞ്ഞു. അപ്പം നമ്മൾ നേരെ പോയിട്ട് അവിടെ പോയിട്ട് കുളിച്ചൊന്ന് ഫ്രഷായി. നല്ല തണുപ്പായിരുന്നു, പക്ഷേ എങ്കിൽ കൂടി നമ്മൾ കുളിച്ചു കേട്ടോ. കാരണം കുളിക്കാതിരിക്കാൻ പറ്റൂല, അത്രയ്ക്ക് ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ ക്ഷീണമൊക്കെ മാറണമെങ്കിൽ കുളിച്ചാലേ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ വിളിച്ചപ്പോഴത്തേക്കും ഡ്രൈവർ പറഞ്ഞു ഞാൻ വെളിയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ആളി വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നല്ല സ്നേഹമുള്ള ഒരാളാണ് കേട്ടോ. പേര് വന്നിട്ട് ഹേംരാജ് എന്നായിരുന്നു. നല്ല 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 നമുക്ക് പറഞ്ഞു തരാനും ചിലപ്പോൾ അയാൾക്ക് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും നമുക്ക് മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. കാരണം നമുക്ക് ഹിന്ദി അത്ര വശമില്ലാത്ത ഒരു ഭാഷയായിരുന്നു. അവിടെ എവിടെയും ഈ പറയും പോലെ തോടാ എന്ന് പറയും പോലെ തോട ഹിന്ദി മാലൂം എന്ന് പറയും പോലെ കുറച്ചൊക്കെ ഹിന്ദി അറിയാം. പിന്നെ ഇംഗ്ലീഷൊക്കെ വെച്ചും ഒക്കെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തത്. പിന്നെ കോർഡിനേറ്ററുമായിട്ടാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. കോർഡിനേറ്റർ വന്നിട്ടാണെങ്കിൽ ഫുള്ള് തമിഴ് 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 നമ്മളോട് പറഞ്ഞിരുന്നു വെച്ചാൽ ഫുൾ ടൈം നമ്മളോടൊപ്പം കോർഡിനേറ്റർ കാണും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ നമ്മളവിടെ ചെന്നിട്ട് ഒരു ദിവസം പോലും നമ്മളെ കൂടെ കോർഡിനേറ്റർ ഉണ്ടായിരുന്നില്ല. അതാണ് മെയിൻ പറയാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. അപ്പം ഈ അവിടെ ചെന്നിട്ടുള്ള ഫസ്റ്റ് ഡേ അവർ പറയുന്ന ഓരോ സ്ഥലങ്ങളും നമുക്ക് ഈ ട്രാവൽ ഏജൻസിയിൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ള ഹിന്റും കാര്യങ്ങളും വെച്ചിട്ട് ഞാൻ ആ പേര് വെച്ചിട്ട് ഓരോ ലൊക്കേഷനും അടിച്ച് നോക്കിയിട്ട് നമ്മുടെ സേഫ്റ്റി നോക്കിയാണ് കേട്ടോ പോയത്. അപ്പം അവിടെ ചെല്ലുമ്പം എല്ലാം ട്രാവൽ ഏജൻസിയൊക്കെ ആണെങ്കിലും നമുക്ക് നമ്മുടെ സേഫ്റ്റി മുഖ്യം ബിഗിലേ അല്ലേ. അതുപോലെ ഞാൻ ഗൂഗിൾ മാപ്പിൽ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് എൻ്റെ വീട്ടിലുള്ളവർക്ക് പ്രോപ്പർ ലൊക്കേഷൻ ഞാൻ അയച്ചുകൊണ്ടേ ഇരുന്നു കേട്ടോ. നമ്മൾ മണാലിയിൽ എത്തിയിട്ട് ഫസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോകുന്ന പ്ലേസ് ആണ് കേട്ടോ. ഇത് വന്നിട്ട് ഹഡിംബ ടെമ്പിൾ ആണ്. ഹഡിംബ ദേവി ടെമ്പിൾ ആണ്. ഇവിടെ ആ മുക്കിന് ഇതുപോലെ നമ്മൾ ചെല്ലുമ്പോഴേ നമുക്ക് അവിടുത്തെ ഈ വേഷം ഞങ്ങളെ ഇടിച്ചിട്ട് ഫോട്ടോസൊക്കെ എടുക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. നല്ല രസമാണ്. ഇത് വെറും നമ്മുടെ കയ്യിൽ നിന്ന് 100 രൂപയാണ് കേട്ടോ ഒരു ഇതിന് വാങ്ങിച്ചത്. ഏട്ടന് 100 രൂപ, എനിക്ക് 100 രൂപ, അങ്ങനെ 200 രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കാമിങ് ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഫോട്ടോ എടുത്തു തരാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയും. അതിൽ വിഴുന്നു പോകരുത്. വേറൊന്നുമല്ല, ഫോട്ടോ എടുക്കുന്നതിന് 40 രൂപ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിക്കും. പക്ഷെ ഒരു ഫോട്ടോയ്ക്കാണ് കേട്ടോ 40 രൂപ. അതായത് സിമ്പിളായിട്ട് ഫിലിമിൽ എടുക്കുന്ന നമുക്ക് ഫോണിൽ സെൻഡ് ചെയ്ത് തരുന്നത്. ഓക്കെ, ഒരു ക്യാമറയിൽ എടുത്തിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് തരുന്ന ഫോട്ടോയുടെ പൈസയാണ് പറയുന്നത്. ഒരു കോപ്പി പോലും അല്ല, നമ്മുടെ ഫോണിൽ സെൻഡ് ചെയ്ത് തരും. ആ ഫോണിൽ സെൻഡ് ചെയ്ത് തരുന്നതിന് 40 രൂപയാണ് ഒരു ഫോട്ടോയ്ക്ക് വാങ്ങിക്കുന്നത്. അത് ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കുക. കാരണം അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവർ അത് ഭയങ്കര ഒരു പൈസ വാങ്ങുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഇത് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് 40 രൂപ എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഒട്ടും സമ്മതിക്കാണ്ട് വേണ്ട ഫോട്ടോസ് വേണ്ട എങ്കിൽ എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ അവസാനം 21 ഫോട്ടോ നമുക്ക് 40 രൂപ എന്ന് പറഞ്ഞത് 400 രൂപയ്ക്ക് 21 ഫോട്ടോ 400 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ് സമ്മതിച്ചായിരുന്നു അവസാനം. പക്ഷെ നല്ലപോലെ ബാർഗെയിൻ ചെയ്തിട്ടോ നമുക്ക് കുറച്ച് തരുമോ, അപ്പോൾ ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല. ഓൺലി 40 രൂപ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അതായത് നമുക്ക് അത് പറ്റാണ്ടായപ്പോൾ നമ്മൾ പറഞ്ഞു വേണ്ട ഫോട്ടോയുടെ ആവശ്യം നമുക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് അവസാനം നമുക്ക് 21 പീസുള്ള ഫോട്ടോ, അതായത് നമ്മുടെ ഫോണിൽ സെൻഡ് ചെയ്തിരുന്ന ഫോട്ടോ 400 രൂപയ്ക്ക് നമുക്ക് തന്നത്. പക്ഷെ പിന്നൊരു കാര്യം പറയാട്ടോ, നമ്മൾ ഇവിടെ പോകുമ്പോൾ ഈ ഒരു വേഷിട്ട ഒരു ഫോട്ടോ
അല്ലെങ്കിൽ ഈ വേഷം ഇട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ, അത് ഭയങ്കര വൈബാണ് കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ എന്തോ അവിടുത്തെ ആൾക്കാരായിപ്പോയി, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ആൾക്കാരുമായിട്ട് അലിഞ്ഞു പോയി എന്നുള്ള ഒരു ഇതിലോട്ട് വരും കേട്ടോ. ഈ വേഷമൊക്കെ ഇട്ടിട്ട് നമ്മൾ അവിടെ നിന്നെടുത്ത ഒരു 1-2 ഫോട്ടോസ് ഞാൻ ഇതിന്റെ കൂടെ പിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു എടുത്ത ഫോട്ടോസ് എത്ര മെമ്മറബിൾ ആണെന്നുള്ള കാര്യം. 21 ഫോട്ടോസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 1-2 ഫോട്ടോസ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ കേട്ടോ, അവിടത്തെ ഒരു ചെറിയ ബധുവായി പോയോ എന്നുള്ള ഒരു ചെറിയൊരു ഇതൊക്കെ എൻ്റെ മനസ്സിൽ വന്നു. എന്തോ എനിക്കതാണ് എൻ്റെ മുഖത്ത് ആ ഒരു ഹാപ്പിനെസ് കാണുന്നത് അതുകൊണ്ടാട്ടോ. അവിടത്തെ എന്തോ ഒരു കല്യാണം ഇപ്പം ന്യൂലി മാരീഡ് ആയ ആൾക്കാരെ പോലത്തെ ഒരു ചെറിയ വൈബ് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ വരും. അപ്പം എനിക്ക് ഏട്ടൻ്റെ അടുത്ത് നിന്നിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് എത്ര എടുത്തിട്ടും മതി ഉണ്ടാവുന്നില്ല. കാരണം നമ്മുടെ ലൈഫിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷത്തിന് ശേഷം, അതായത് ഒരിടത്തും ഞങ്ങൾ അങ്ങനെ ട്രാവൽ ചെയ്തിട്ടുള്ള ആൾക്കാരല്ല. 10 വർഷത്തിന് ശേഷം ആദ്യമാണ് നമ്മുടെ രണ്ടുപേരും മാത്രമായിട്ട് ആരുടെയും ഹെൽപ്പ് ഇല്ലാണ്ട് നമ്മുടെ റിസ്കിൽ നമ്മൾ ഇത്രയും നോർത്ത് ഇന്ത്യ ഇത്രയും ദൂരം ഒറ്റയ്ക്ക്, അതായത് നമ്മൾ രണ്ടുപേരും എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും യാതൊരു ട്രാവലിന്റെ കാര്യങ്ങളെ പറ്റിയോ യാതൊരു വിധവും കാര്യങ്ങൾ അറിഞ്ഞൂടാത്ത ആൾക്കാരാണ്. അപ്പം അങ്ങനെ വന്നത് വന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഹാഡിംബ ടെമ്പിളിൽ വന്നിട്ട് ഒരു വരന്മാരെ പോലെ ഒരുങ്ങി നിൽക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഐ എം സോ ഹാപ്പി കേട്ടോ. ഏറ്റവും എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് സന്തോഷിച്ച ഒരു മൊമെൻ്റ് ആയിരുന്നു ഇത്. അതുകൊണ്ടാട്ടോ നിങ്ങൾക്ക് ഞാൻ ഇവിടെ നിന്ന് എടുത്ത ഫോട്ടോസ് ഒരു 2-3 ഞാൻ പിൻ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് റെൻറ്റിൻ്റെ പൈസയും കൊടുത്ത് നമുക്ക് 21 ഫോട്ടോ 400 രൂപയ്ക്ക് തരാൻ സമ്മതിച്ചത് കൊണ്ട് ആ ഒരു പേയ്മെൻറ്റും ചെയ്തിട്ട് ഈ ഡ്രസ്സിൻ്റെ പേയ്മെൻറ്റും ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം ഇവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇവരുടെ ജീവിതമാർഗം എന്ന് പറയുന്നത് ഈ ഒരൊറ്റ ട്രാവൽ ആൻഡ് ടൂറിസത്തിന് വരുന്ന ആൾക്കാരിൽ നിന്നുള്ള വരുമാനം മാത്രമാണ് കേട്ടോ. ഇവരുടെ അതിജീവനത്തിനുള്ള പൈസ അതും ഞാൻ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നു. കാരണം ഇവരുടെ വരുമാനം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഈ ഒരു സീസണിൽ ആൾക്കാർ വരുമ്പോൾ മാത്രമേ ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ ഒക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവരിങ്ങനെ നമുക്ക് സ്കാമിംഗ് എന്ന് തോന്നുന്ന രീതിക്ക് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല പൈസയാണ്, പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഉണ്ടാക്കിയാൽ മാത്രമേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ വന്നിട്ട് ഈ ഫോട്ടോസ് എല്ലാം കയ്യിൽ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ ഹഡിംബ ദേവി ടെമ്പിളിന്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു ഇതായിരുന്നു, ക്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ ചെരുപ്പ് ഊരിയിട്ട് വെളിയിൽ വെച്ചിട്ട് അകത്തോട്ട് കയറണം. പിന്നെ നമ്മുടെ കാലിൽ സോക്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിട്ടിട്ടാണ് കേട്ടോ കയറിയത്. ഭയങ്കര ഒരു ആംബിയൻസ് ആണ് കേട്ടോ. എന്തോ ഒരു മണവും നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഇവിടുത്തെ ചർച്ചിലെയോ ഇവിടുത്തെ പള്ളിയിലെയോ പോലത്തെ അല്ല. അവിടെ എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഫ്രഷ് നമ്മുടെ മഞ്ഞിൻ്റെ തണുപ്പിൻ്റെ ഒക്കെ എന്തോ ഒരു അതിൻ്റെ ക്ഷേത്രമൊക്കെ വരുമ്പോൾ എന്തോ ഒരു മണം, വല്ലാത്ത ഒരു കർപ്പൂരത്തിൻ്റെയോ എന്തിൻ്റെയൊക്കെ ഇങ്ങനെ ഒരു സ്മെല്ലിങ്ങനെ വരുന്നുണ്ടായിരുന്നു. കർപ്പൂരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഒരു ഡിഫറെൻറ്റ് സ്മെല്ലാണ് വന്നത്. അപ്പം അങ്ങനെ ഒത്തിരി പേര് പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് പേരെ കാണാൻ പറ്റി. പിന്നെ പരിചയപ്പെട്ടു. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, വഴിയെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഉള്ളിലേക്ക് പോകാൻ ക്യൂ ആണ്. പിന്നെ ഉള്ളിലേക്ക് പോകുമ്പോൾ ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അറിയാലോ, കോവിലുകളിലെ അകത്തുള്ള പോസിറ്റീവ് എനർജിയെ നമ്മുടെ ഇതുപോലുള്ള നെഗറ്റീവ് എനർജി ആക്കും. അതുകൊണ്ടാണ് മെയിനായിട്ട് ക്യാമറ പോലുള്ള സംഭവങ്ങൾ ഉള്ളിലേക്ക് കടത്താത്തത്. ഞാൻ ഏറെക്കുറെ വെളിയിൽ നമ്മൾ ക്യൂ നിൽക്കുന്നതും അമ്പലത്തിന്റെ ഫ്രണ്ട് ഭാഗത്ത് പോകുന്നതും ഒക്കെ ഇതാണ് അമ്പലത്തിന്റെ ഫ്രണ്ട് ഭാഗം. ഇത് എടുക്കുന്നതൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളിലേക്കൊരു ചെറിയൊരു കുനിഞ്ഞിട്ട് പാദം സ്പർശിക്കാനും ദേവിയുടെ മുഖം കാണാനും ഒക്കെ നമുക്ക് ഒരു ഭാഗ്യം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വേറെ എങ്ങോട്ടും തിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നേരെ നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് പോവായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ട്രെയിനിൽ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തുന്നത് വരേക്കും നമ്മൾ നല്ല ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ട്രെയിനിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ചെന്നിട്ട് എനിക്ക് എങ്ങാനും ഒത്തുപോലും ശകലം സൗത്ത് ഇന്ത്യൻ്റെ എന്തെങ്കിലും ഫുഡ് കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് നമ്മളൊരു സൗത്ത് ഇന്ത്യൻ ഫുഡ് ടച്ചുള്ള ഒരു ഹോട്ടലിൽ കണ്ടത്. അപ്പം നമ്മൾ നേരെ ഹഡിംബ ടെമ്പിളിൽ നിന്നിട്ട് പിന്നെ കാണാൻ പോയിട്ടുണ്ടത് വൻവിഹാറും ക്ലബ് ഹൗസും ടിബറ്റൻ മോൺസ്ട്രീസ് ഒക്കെ ആണ്. ഇത് മൂന്നും ഒരു ലൊക്കേഷനിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പം ഹഡിംബ ടെമ്പിളിൽ നിന്ന് നേരെ വാൻവിഹാർ കാണാന്നുള്ള പ്ലാനിങ് വന്നപ്പോഴാണ് എനിക്ക് വിശക്കുന്നുണ്ട്. കാരണം ഓൾമോസ്റ്റ് ഉച്ചത്തെ ടൈം ആയി. അപ്പം എനിക്ക് ഫുഡ് കഴിക്കാന്നുള്ള ഇതിൽ നമ്മളിവിടെ കയറുമ്പോഴത്തേക്കും ഇങ്ങനെ ഫ്രണ്ടിൽ ചൂടോടെ ജിലേബിയും ഗുലാബ് ജാമുനും
ഒക്കെ ഉണ്ടാക്കി ഇടുന്നുണ്ട് കേട്ടോ. എൻ്റെ വായിൽ വെള്ളം ഊറിയിട്ട് എനിക്ക് നിൽക്കാൻ വയ്യ. സത്യം വീഡിയോയിൽ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. എനിക്ക് കൊതി എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊതിയാ. അവിടെ ചെന്നിട്ട് ഈ ചൂടോടെ നമ്മുടെ ഇവിടെയൊക്കെ ഇത് ഉണ്ടാക്കുന്നത് കാണിക്കുമോ അല്ലെങ്കിൽ ഒന്നുമില്ലല്ലോ. ഹോട്ടലിൽ ഒരു ടിന്നിലിട്ട് വെച്ചേക്കുന്ന കാണും. പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഈ ജിലേബിയൊക്കെ ഇങ്ങനെ ചൂടോടെ കിട്ടുക. പക്ഷെ ജിലേബി ഞാൻ വാങ്ങിച്ചില്ല. പക്ഷെ ഈ ഗുലാബ് ജാമുൻ ഉണ്ടല്ലോ, വാങ്ങിച്ചിട്ട് ഞാൻ നോക്കി നോക്കി ഇരുന്ന് ഫുഡ് കുറേ നേരം കഴിക്കാണ്ട്. പിന്നെ അവിടെ ചെന്നിട്ട് നമ്മൾ വേറെ ഒന്നും നോർത്ത് ഇന്ത്യൻ ഫുഡ് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചാൽ ഒന്നും പിടിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ മനസ്സിന് പിടിക്കുന്നില്ല. കാരണം അറിയാമല്ലോ, നമ്മുടെ ഇവിടുത്തെ ഫുഡ് കഴിച്ച് കഴിച്ച് പെട്ടെന്നൊരു ദിവസം പോയിട്ട് കഴിക്കാന്ന് വെച്ചാൽ നടക്കത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മളവിടെ പോയിട്ട് മസാല ദോശയാണ് കേട്ടോ പറഞ്ഞത്. എൻ്റെ പൊന്നെ എല്ലാ ഫുഡും കഴിച്ച് കഴിഞ്ഞിട്ട് ആ ഗുലാബ് ജാമുൻ എടുത്ത് കഴിക്കുമ്പോണ്ടല്ലോ, എൻ്റെ അമ്മു എന്തൊരു ടേസ്റ്റാണ് ഗൈസ്. ഇവിടുത്തെ പോലെ നല്ല ഇച്ചിരി ബിഗ്ഗാണ് കേട്ടോ, സൈസ് ബിഗ്ഗും ആയിരുന്നു, നല്ല ടേസ്റ്റും ആയിരുന്നു. പിന്നെ വന്നിട്ട് നമ്മൾ ഒരു ബട്ടൂര കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 വരുന്ന ഒരു ബട്ടൂര കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇത് ഈ നമ്മുടെ മസാല ദോശയുടെ ഉള്ളിലുള്ള മസാല വന്നിട്ട് ഭയങ്കര നോർത്ത് ഇന്ത്യൻ ടച്ച് ആയിരുന്നു കേട്ടോ, നമ്മുടെ സൗത്ത് ഇന്ത്യൻ ടച്ച് ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു വാൻ വിഹാർ എന്ന് പറയുന്ന സ്ഥലം വന്നിട്ട്. മിക്ക സ്ഥലങ്ങളും നമുക്ക് ചെറുതായിട്ട് ഓർമ്മയിൽ നിന്നതാട്ടോ ഞാൻ പറയുന്നത്. പിന്നെ വന്നിട്ട് ഈ ഫോട്ടോ എടുപ്പ് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ അവിടെ പോയിട്ട് വാൻ വിഹാർ കയറുമ്പോഴത്തേക്കും അകത്ത് ചെറിയൊരു പാർക്കും ചെറിയൊരു സിറ്റിംഗ് ഏരിയ മാത്രമേ ഉള്ളൂ. അല്ലാതെ കാണാനായിട്ട് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും കുറച്ച് ബോട്ട്, നമ്മുടെ ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ സെറ്റ് ചെയ്തിട്ട് അതിൽ കുറച്ച് ബോട്ട് റൈഡും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിലൊന്നും പോയില്ല. കാരണം അതൊക്കെ നമ്മുടെ ഇവിടെ ഉള്ള സെയിം തന്നെ. അവിടെ ചെന്നിട്ട് കാണാനായിട്ട് പിന്നെ ഇതുപോലെ മൊയിലുകളെ കൊണ്ടുവന്നിട്ട് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് വരും കേട്ടോ. മൊയിലെന്ന് പറഞ്ഞാൽ നമുക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കാൻ തോന്നും. പക്ഷെ അവരങ്ങ് കയ്യിലൊന്നും തരത്തില്ല. അതിന് വലിയ പേയ്മെന്റാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ തൊടാനോ അതിൻ്റെ ഫോട്ടോ എടുക്കാനോ ഒന്നും പോയില്ല. പക്ഷെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ ക്യാപ്ചർ കിട്ടിയതാണ് കേട്ടോ. പിന്നെ നമ്മൾ വന്നിട്ട് അവിടെ വാൻ വിഹാറിൽ വെറുതെ ഒന്നും കാണാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഓടിക്കളിക്കാൻ ഒരു പാർക്ക്. നമ്മളവിടെ പോയിട്ട് പിന്നെ കുറച്ചു നേരം സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. വലുതായിട്ട് കാണാനൊന്നും ഇല്ല. ഇതുപോലെ ചെറിയൊരു തടാകം പോലെ സെറ്റ് ചെയ്തിട്ട് അതിൽ 1-2 പേര് ബോട്ടിങ് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നല്ല തണുപ്പ് കൂടി വരുന്നുണ്ടായിരുന്നു. മഴയുടെ നല്ല ഇതും ഉണ്ടായിരുന്നു. ചെറുതായിട്ട് മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അന്നേരം ചെറുതായിട്ട് തുടങ്ങിയതുകൊണ്ട് നമ്മൾ പയ്യെ അവിടെ നിന്ന് എസ്കേപ്പ് ആവാന്നുള്ള ഒരു പ്ലാനിങ്ങിൽ നിന്ന് കേട്ടോ. കാരണം ഇതുപോലത്തെ ചെറിയ പാർക്ക് എന്നുള്ള നിലയല്ലാതെ വേറെ ഒന്നും അതിൻ്റെ അപ്പുറം ഇല്ല. അവിടെ വാൻ വിഹാർ എന്ന് പറയുന്ന സ്ഥലത്തിന് അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് ഒന്നുമില്ല. ഇതുപോലെ ചെറിയൊരു പാർക്ക്, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമുക്ക് അടിച്ചു പൊളിച്ച് വരാം. എന്ന് വെച്ചാൽ നിങ്ങൾ പോകുന്നവർക്ക് ഞാനും മനസ്സിലാക്കി തരുന്നതാണ്. കാരണം വാൻ വിഹാർ നമ്മൾ എക്സ്പെക്ട് ചെയ്തു പോയ വേറെ എന്തോ സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് പോകണം. അവിടെ ചെല്ലുമ്പോഴാണ് പാർക്ക്. അപ്പം അങ്ങനെ അവിടെ അത് നമുക്ക് ഈ അടുത്ത് നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകാനുള്ളതുകൊണ്ട് വലിയ ടൈമും സ്പെൻഡ് ചെയ്യാൻ കിട്ടത്തില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിൽ ഇറങ്ങാന്നുള്ള പ്ലാനിങ്ങിലാട്ടോ നിന്നത്. കാരണം ഈ നമ്മൾ വന്ന ഈ ഹഡിംബ ടെമ്പിളിൽ നിന്ന് വൻ വിഹാറി വന്ന സെയിം സ്ഥലത്ത് തന്നെയാണ് ക്ലബ് ഹൗസും ടിബറ്റൻ മോൺസ്ട്രീസും മോൾ റോഡും ഒക്കെ എല്ലാം ഒരു ഏരിയയിൽ. അതായത് ഇപ്പം നമ്മളിപ്പം ട്രിവാൻഡ്രത്ത് കിഴക്കേക്കോട്ട, ഗണപതി അമ്പലം, പഴങ്ങാടി അമ്പലം, അട്ടക്കുളങ്ങര അതുപോലുള്ള അട്ടക്കുളങ്ങര അത്ര ദൂരം പോലും ഇല്ല എങ്കിൽ കൂടിയും അങ്ങനെ ഒരു ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മൾ പിന്നെ നേരെ ഫുഡൊക്കെ അടിച്ചതുകൊണ്ട് ഒന്ന് റിലാക്സ് ആയിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് അവിടെ ആയിട്ട് ഗുലാബ് ജാമുണ്ട് കണ്ടോ. എന്ത് ഭംഗിയായിട്ടാ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വീഡിയോയിൽ നോക്ക്. ചെറിയ ഗുലാബ് ജാമുൻ ഉണ്ടല്ലോ, വലിയ സൈസില്ല, ചെറിയ ഗുലാബ് ജാമുൻ വന്നിട്ട് ഇങ്ങനെ ചൂടോടെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജിലേബി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പല നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് നമുക്ക് റോഡ് സൈഡിൽ കാണാൻ പറ്റും. ഞാൻ പിന്നെ കൗതുകമായിട്ട് നോക്കി. കാരണം നമ്മുടെ അവിടെ അങ്ങനെ അല്ലല്ലോ. പാനിപൂരിയൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ കാണുന്ന ഫസ്റ്റ്. പിന്നെ റോഡ് സൈഡിൽ ഒരുപാട് ലേഡീസ് കയ്യിൽ ഇങ്ങനെ നൂല് വെച്ചിട്ട് എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് തൊപ്പി പോലുള്ള സാധനങ്ങൾ, സ്വെറ്റർ പോലത്തുള്ള സാധനങ്ങൾ, കുഞ്ഞുങ്ങൾക്കുള്ള ഡ്രസ്സൊക്കെ ഇങ്ങനെ മേക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ പോയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട ഫുഡ് എന്ന് വെച്ചാൽ മൊമോസ് ആണ് കേട്ടോ. വെജിറ്റബിൾ മൊമോസ്, അല്ലാണ്ട് നോൺ വെജ് ആയിട്ടുള്ള മൊമോസ് ഉണ്ട്. കൂടുതലും വെജിറ്റേറിയൻസ് ആണ് അവർ കേട്ടോ. കാരണം എല്ലാവരും അങ്ങനെ നോൺ വെജ് കഴിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ കണ്ടത് അത്രയും വെജിറ്റേറിയൻ ആണ്, നോൺ വെജ് അധികം ഇല്ല. അപ്പം നമ്മൾ ഇവിടെ നിന്ന് നേരെ നടന്നിട്ട്
നേരെ പോയത് ടിബറ്റൻ മോൺസ്ട്രീസിലാണ് കേട്ടോ. ടിബറ്റൻ ടെമ്പിളിലാണ് നമ്മൾ അകത്ത് കാണാന്നുള്ളതിൽ അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ജസ്റ്റ് വാക്കായിട്ട് പോകാന്നുള്ള ഒരു 50 മീറ്റർ 100 മീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമേ ഉള്ളൂ ഈ സ്ഥലങ്ങളെല്ലാം. അതായത് ഈ വാൻവിഹാർ, ക്ലബ് ഹൗസ്, ടിബറ്റൻ മോൺസ്ട്രീസ്, മാൾ റോഡ്, ഇതെല്ലാം അടുത്തടുത്ത്. പിന്നെ മാൾ റോഡിൽ ഒരുപാട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ നട്ട്സ് പോലത്തുള്ള സാധനങ്ങൾ, പിന്നെ ഒരുപാട് ഹൗസ്, നമ്മൾ ഇവിടെ മണാലി വന്നതിനുള്ള സിമ്പലിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഒരുപാട് ഐറ്റംസ്. പക്ഷെ കൂടുതലും പുതിയ ന്യൂലി മാരീഡ് കഴിഞ്ഞ് വരുന്ന കപ്പിൾസിന് വാങ്ങിക്കാൻ പറ്റുന്ന ബാംഗിൾസ്, പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് കേട്ടോ കൂടുതലും ഉള്ളത്. അപ്പോഴത്തേക്ക് നമ്മൾ നേരെ ടിബറ്റൻ മോൺസ്ട്രീസിൽ അകത്ത് കയറുമ്പോഴത്തേക്കും ഈ സീസൺ കഴിഞ്ഞതുകൊണ്ട് ഇവിടെയൊക്കെ മഞ്ഞുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അവിടെയായിട്ട് കട്ട പിടിച്ച് കിടക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പോകുന്ന വഴി കൂടെ നോക്കുമ്പോൾ കാണാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്യുന്നുണ്ടായിരുന്നോണ്ട് ചെറുതായിട്ട് മഴയുടെ ഒരു ഇതുണ്ടായിരുന്നു. മഴ ചെറുതായിട്ട് നനഞ്ഞിട്ടാണ് ഞങ്ങൾ അകത്തേക്ക് പോയത്. അപ്പം ടിബറ്റൻ മോൺസ്ട്രീസ് എന്ന് പറയുമ്പോൾ നമ്മൾ റോജ മൂവിയിൽ ഈ സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട്. കാരണം റോജ മൂവിയിലാണ് ഈ സ്ഥലം ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. റോജ മൂവിയിൽ പോയ ടെമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ച അടിമ്പ ടെമ്പിൾ ദേവിയാണ്. നമ്മുടെ ആക്ട്രസ് മാധു പോയത് ഒരു നമ്മുടെ ദേവി ടെമ്പിളിലാണ് പോയത്. അതുപോലെ തന്നെ ഈ നമ്മുടെ ടിബറ്റൻ മോൺസ്ട്രീസ് എന്ന് പറയുമ്പോഴത്തേക്കും അതും ഈ മൂവിയിൽ ഒരുപാട് കാണിക്കുന്ന ഒരു ഭാഗമാണ്. കണ്ടോ, മഞ്ഞത്രയും അലിയാറായി കിടക്കുന്നുണ്ട്. ബാലൻസ് ആണ് കേട്ടോ ഇത്. ഈ സീസൺ കഴിഞ്ഞതിന്റെ ബാലൻസ് ആണ് നിങ്ങളിപ്പോ കാണുന്നത്. കാരണം എൻ്റെ കണ്ണുകൊണ്ട് കണ്ട പല കാര്യങ്ങളും ഈ സ്ഥലം കാണാതെ ഇനി പോവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പോവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന പല പേർക്കും ഇതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ഇടുന്നത്. ഞാൻ ഓരോ വീഡിയോയും ഓരോ നിമിഷവും മിസ് ചെയ്യാണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോസ് എല്ലാം എടുത്തത്. കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്താണ് നമ്മൾ ഒറ്റയ്ക്ക് ഒരിടത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ് എന്താണ് എന്ന് അറിയാനായിട്ട് പ്രത്യേകിച്ച് ഞാൻ എടുത്തതാണ് കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മൾ ടിബറ്റൻ മോൺസ്ട്രീസിൽ ഉള്ളിലേക്ക് കയറിയില്ല. കാരണം അത്യാവശ്യം നല്ല ക്യൂ ആയിരുന്നു. നമുക്ക് എല്ലാ സ്ഥലങ്ങളും ചുറ്റി കാണണം. മാത്രമല്ല 2 ദിവസം യാത്രാ ക്ഷീണവും നമുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് കേട്ടോ ഇരുന്നത്. പിന്നെ ഈ ടെമ്പിൾ വന്നിട്ട് ഭയങ്കര കാണാൻ വളരെ ക്യൂട്ടാണ് കേട്ടോ. ഇതുപോലെ ഓരോ ആൾക്കാരും ഇത് ചുറ്റും കാണുന്ന ഇതിങ്ങനെ റോൾ ചെയ്ത് നടക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിനെ പറ്റി നമുക്കവിടെ പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾ സ്വന്തമായിട്ട് എക്സ്പ്ലോർ ചെയ്ത് പോയതല്ലേ, അപ്പൊ നമുക്ക് അതറിയൂല. ഓൾറെഡി ഞാൻ പറഞ്ഞു ഏജൻസി വഴിയാണ് പോണെങ്കിലും എല്ലാം നമ്മൾ തന്നെ എക്സ്പ്ലോർ ചെയ്യണം, നമ്മൾ തന്നെ കാണണം. നമ്മുടെ കൂടെ ഡ്രൈവറോ ആൾക്കാരോ ഒന്നും കൂടെ വരത്തില്ല. നമ്മൾ ജസ്റ്റ് അവിടെ കൊണ്ടാക്കും, ഡ്രോപ്പ് ചെയ്യും. നമ്മൾ തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് എക്സ്പ്ലോർ ചെയ്യണം. അതാണ് നമുക്ക് അവിടെ പറ്റിയ ഒരു കാര്യം. നമ്മുടെ ഒപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഒപ്പം 24 hours നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ കോർഡിനേറ്റർ കാണുമെന്നായിരുന്നു. പക്ഷെ അത് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഫുഡ് ഏറ്റവും കൂടുതൽ കണ്ടത് മൊമോസാണ്. മൊമോസ്, മാഗി, പിന്നെ കോഫി. പിന്നെ മാഗിയൊക്കെ വച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ, ഒരു പ്ലേറ്റ് മാഗി ഒരു പാക്കറ്റിലുള്ള നമ്മളിവിടെ 12 രൂപയ്ക്ക് വാങ്ങിക്കുന്ന മാഗിയൊക്കെ അവിടെ ഒരു പ്ലേറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 50 രൂപ 60 രൂപയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ റോഡ് സൈഡിൽ ഞാൻ പറഞ്ഞില്ലേ ഈ സ്ത്രീകളായിട്ടുള്ളവർ ഇതുപോലെ കുഞ്ഞു പിള്ളേർക്കുള്ള ഹാറ്റ്, വലിയവർക്കുള്ള ഹാറ്റ്, പിന്നെ ഡ്രസ്സൊക്കെ ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. നല്ല രസമാണ് കാണാൻ. ഞാൻ ഈ കാണിച്ച വീഡിയോയിൽ അതുകൊണ്ടാണ് ഞാൻ അത് സൂം ചെയ്ത് എടുത്തത്. പിന്നെ നമ്മൾ വന്നിട്ട് സ്വെറ്റർ വാങ്ങിക്കണം എന്നുള്ള പ്ലാനിങ്ങിൽ ഇങ്ങനെ നടക്കുവായിരുന്നു കേട്ടോ. ഭയങ്കര കൊള്ള വിലയാണ് മിക്ക ആൾക്കാരും പറയുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കടകളുണ്ട്. നിങ്ങൾ പോയിട്ട് പെട്ടെന്ന് കണ്ട ഒരു കടയിൽ നിന്ന് ചാടിക്കറി വാങ്ങിക്കാൻ നിൽക്കല്. അവിടെ ഒരു 10-50ഓളം കടകൾ, സ്വെറ്ററുള്ള കടകളുണ്ട്. നമ്മൾ അവസാനം എല്ലായിടത്തും ചോദിച്ചിട്ട് ലാസ്റ്റ് നമുക്ക് നല്ലതെന്ന് തോന്നിയത്, നല്ല റേറ്റ് എന്ന് തോന്നിയത് ആ ഒരു കടയിൽ നിന്നാണ് നമ്മൾ പിന്നെ ലാസ്റ്റ് വാങ്ങിച്ചത്. കാരണം മിക്ക ആൾക്കാരും ഒരു സ്വെറ്ററിന് 1500, 2000, 2500 അങ്ങനത്തെ റേറ്റ് ഒക്കെ പറയും കേട്ടോ. പക്ഷെ അതൊക്കെ ഫുൾ സ്കാമിംഗ് ആണ്, നമ്മളെ പറ്റിക്കാനുള്ള ഒരു തന്ത്രമാണ്. അത്ര റേറ്റ് ഒന്നും അവിടെ ഇല്ല. നമ്മൾ നല്ല, അതായത് കുറഞ്ഞ തുണിയൊക്കെ നല്ല റേറ്റ് കൂട്ടി പറയും. നല്ല അത്യാവശ്യം കൂടിയതിന് പോലും അത്ര ഉണ്ടാവില്ല. പക്ഷെ അത് നിങ്ങൾ ശ്രദ്ധിച്ച് വാങ്ങിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പോകുമ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റരുത്. നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ ഒരിടവും വിട്ടുകൊടുത്തില്ല കേട്ടോ. കാരണം നല്ല വിശദമായിട്ട് നോക്കി പറക്കിയൊക്കെയാണ് നമ്മളൊരു സ്വെറ്റർ വാങ്ങിച്ചത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പോയപ്പോഴത്തേക്കും മണാലിയുടെ സിമ്പലുള്ള 1-2 സ്റ്റിക്കേഴ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിന് നമ്മുടെ നറൂട്ടൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ നറൂട്ടൻ്റെ ഒരു സംഭവം വാങ്ങിക്കണം എന്ന് പറഞ്ഞിരുന്നതാ. പിന്നെ എൻ്റെ മോൾക്ക് ഒരു പാവ, അവള് സംസാരിക്കുന്ന പാവ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ. പക്ഷെ നമുക്ക് അതൊന്നും അവിടെ
നല്ല റേറ്റിന് കിട്ടത്തില്ല. ഭയങ്കര റേറ്റ് കൂടുതലെന്ന് വെച്ചാൽ ഭയങ്കര റേറ്റ് കൂടുതൽ. അതുകൊണ്ട് നമ്മൾ അതൊന്നും അവിടെ നിന്ന് വാങ്ങിച്ചില്ല. ആകെ നമ്മൾ സ്വെറ്ററും ഈ മണാലിയുടെ അവിടെ സിമ്പിളുള്ള സ്റ്റിക്കർ ഇല്ലേ, അത് മാത്രമാണ് നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തത്. പിന്നെ എല്ലായിടത്തും ഇതുപോലെ ഫുഡ് റോഡ് സൈഡിൽ എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിൽ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓൾറെഡി ഒരു പ്ലേറ്റ് ദോശ, പിന്നെ ഗുലാബ് ജാമുൻ, പിന്നെ നമ്മുടെ ബട്ടൂരയാണ് കേട്ടോ പിന്നെ കഴിച്ചത്. ബട്ടൂര എന്ന് പറയുമ്പോൾ നമ്മുടെ പൂരിയുടെ കുറച്ചുകൂടെ വലിയ സൈസിലുള്ള ഇതാണ് ബട്ടൂര എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവിടെ ഈ ടിബറ്റൻ മോൺസ്ട്രീസ് അതുമാത്രമല്ല വേറൊരു സൈഡിൽ ഈ ഒരു സൈഡിൽ ഉണ്ടായിരുന്നു. നമ്മൾ ഇതിലേക്കൊന്നും കയറാൻ പോയില്ല. നമ്മൾ ഈ സ്വെറ്റർ വാങ്ങിക്കാനുള്ള ധൃതിയിലായിരുന്നു. കാരണം സന്ധ്യ ആകുമ്പോഴത്തേക്കും തണുപ്പ് കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ 2 സ്വെറ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ട് 2 എണ്ണത്തിന് 1400 രൂപയ്ക്ക് നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള സ്വെറ്ററായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഡ്രൈവർ വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്ത് നേരെ ഹോട്ടലിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്നവരെ അറിയാമല്ലോ, നമ്മൾ 2 ദിവസം ട്രെയിനിൽ 12 മണിക്കൂർ ബസ്സിൽ എല്ലാ യാത്രയും കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കാണ്ടാണ് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോയത്. അപ്പം അതുകൊണ്ട് നമുക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോയിട്ട് ഈവനിങ് തിരിച്ച് 5-5:30 ആയപ്പോൾ നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. 5-5:30 തൊട്ട് ഒരു 8-9 മണി വരെ നമ്മൾ പിന്നെ കിടന്നുറങ്ങിയിട്ട് നേരെ രാത്രിത്തെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. പിന്നെ ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല അടിപൊളി ഫുഡായിരുന്നു. മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ രാത്രിത്തെ ഫുഡ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. രാത്രിത്തേക്ക് കഴിക്കാനായിട്ട് നല്ല അടിപൊളി പുലാവ്, പിന്നെ ഈ റൈസ് മിൽക്ക്, പിന്നെ വന്നിട്ട് പനീർ ബട്ടർ മസാല ഉണ്ടായിരുന്നു, ദാൽ മഖ്നി എന്ന് പറയുന്നൊരു കറി ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു, വെജ് സാലഡ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ റൈസ് മിൽക്ക് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈ തൈരും റവയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം, ഷുഗറൊക്കെ ഇട്ടിട്ട് അടിപൊളിയാട്ടോ അത്. ഇതെല്ലാം കൂടെ കോമ്പിനേഷനിൽ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോയിട്ട് കിടന്നുറങ്ങി. പിന്നെ ഇതിൻ്റെ ബാക്കി വീഡിയോസ് ഇതിൻ്റെ പുറകെ അടുത്ത പാർട്ടായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇത് കണ്ട് ഇഷ്ടപ്പെട്ടവർ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കാൻ മറക്കല്ല കേട്ടോ. നിങ്ങൾ കാണുക മാത്രമല്ല എൻ്റെ വീഡിയോസ് ലൈക്കും കൂടെ അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു കമൻറ്റ് നിങ്ങൾക്ക് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാണ്ടെങ്കിൽ കമൻറ്റ് ഇടാൻ മറക്കണ്ട. അപ്പം ടാറ്റ ബൈ ബൈ, സി യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും ബൈ ബൈ.